രാത്രി അഗ്നിസ്തംഭമായ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടി നടത്തുവാനിടയാണ്. അവർ മേഘങ്ങളുടെ കീഴിൽ ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ അവരുടെ മരുഭൂമി യാത്ര പ്രയാണം ചെയ്യുവാനിടയായി. സ്വർഗീയ കനാലിലേക്ക് അവൻ വാഗ്ദത്ത ദേശത്തേക്ക് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട് അവൻ ഭാരപ്പെട്ട് നമ്മൾ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും അത് നേടണം, അവിടെ എത്തിച്ചേരണം, പ്രാപിക്കണമെന്നതായ ഒരു ആഗ്രഹത്തോടുകൂടെ നമ്മൾ മരുഭൂമി യാത്രയിൽ ആയിരിക്കുകയാണ്. ഇസ്രായേലിലെ മരുഭൂമിയിലായതുപോലെ നമ്മൾ ഈ ലോകമാകുന്ന മരുഭൂമിയിലായിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ പ്രയാണ ലക്ഷ്യം എന്ന് പറയുന്നത് വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന കനാൻ ദേശമാണ്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത ഭൂമി. നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗീയ യാത്രയുടെ ലക്ഷ്യം ഈ ലോകമാകുന്ന മരുഭൂമിയിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ലക്ഷ്യം ദൈവശക്തിയായി നിർമ്മിച്ചതും അടിസ്ഥാനപ്പെട്ടതുമായ ആ വാഗ്ദത്ത ഭൂമിയിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുന്നത്. ഇവരാണ് പൗലോസ് പറയുന്നത്, അവൻ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ലക്ഷ്യം അത് മാറിപ്പോകുവാനിടയാകരുത്. ലക്ഷ്യസ്ഥാനത്തിലേക്ക് തന്നെ ഓടിക്കൊണ്ട് ഓടണം. ലക്ഷ്യം മാറിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ഓട്ടക്കളത്തിൽ മുന്നിൽ എത്തുവാൻ കഴിയുകയില്ല. പിന്നപ്പെട്ടു പോകുവാനിടയാണ്. അപ്പോൾ അവൻ സ്വർഗീയ കനാലിലേക്ക് നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ഹൃദയം ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ഉറച്ചിരിക്കണം. മറ്റൊരു ഒന്നിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ പോകുവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടക്കളത്തിൽ പരാജയപ്പെട്ടു പോകുവാനിടയായിത്തീരും. പലവിധമായ പ്രലോഭനങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുവാൻ പിശാച് അവൻ പരിശ്രമിച്ചു. പ്രലോഭനങ്ങളിൽ വശം പെട്ടുപോകാതെ അവൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്ത സ്വർഗീയ കനാലിലേക്ക് തന്നെ നമ്മുടെ നിക്ഷേപം വെച്ചുകൊണ്ട് ഹൃദയം വെച്ചുകൊണ്ട് ഓടുവാനിടയായിത്തീരും. എവിടെ നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നതോ അവിടെയാണ് ഹല്ലേലൂയ നമ്മുടെ ഹൃദയവും. ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് ഹൃദയം ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുകയില്ല. ഹല്ലേലൂയ. അസീര്യൻ സാമ്രാജ്യം പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ പിന്നെ അവർ നാമാവിശേഷമായി പോയി എന്നാണ് പറയുന്നത്. അവരെ കുറിച്ചുള്ളതായ യാതൊരുവിധമായ ചെല്ലുകളില്ലാതെ അവർ സമ്മിശ്ര ജാതിയായി മറ്റുള്ളവരുമായി മിങ്കിളായി ദൈവത്തിന് ഇസ്രായേൽ എന്ന പേര് തന്നെ നഷ്ടപ്പെട്ട് മറ്റൊരു ജാതിയായി മാറി. കാരണം അവർ കടന്നിടത്ത് അവർ തങ്ങളുടെ ദൈവത്തെ മറന്ന ദൈവത്തിൽ നിന്നുള്ള ഹൃദയത്തെ വിട്ടുകളഞ്ഞിട്ട് അന്യ ദൈവങ്ങളിലേക്ക് തിരികെയും അവിടെ ജാതികളുമായി ഇണയില്ലാപ്പിണ കൂടുകയും അവരുടെ ദൈവങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാനിടയായി. വിഗ്രഹങ്ങളെ സേവിച്ചും മിഥ്യാമൂർത്തികളെ ആരാധിച്ചും ആഭിചാരങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും ഒക്കെ അവർ തങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനപ്പെടുത്തുകൊണ്ട് അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടി വിവാഹം കഴിക്കുകയും കൊടുക്കുകയും ചെയ്ത് ആ ഒരു ജാതി ഇസ്രായേൽ നാമാവിശേഷമായി പോകുവാനിടയാണ്. അതുപോലെ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകമാണ്. അവൻ പട്ടുപോകുവാനിടയായി തീരാതിരിക്കേണ്ടത് നമ്മുടെ ഹൃദയം ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം അവൻ ഹല്ലേലൂയ ഊന്നിക്കൊണ്ട് മുൻപോട്ട് പോകുവാനിടയായിത്തീരുന്നു. ലക്ഷ്യം മാറിപ്പോകുവാനിടയാകരുത്. പ്രലോഭനങ്ങളിൽ വീണുപോകുവാനിടയായിത്തീരുന്നു. ഒരു പറയുന്നത് ഈ ലോകത്തിന് അനുരൂപരാകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ലോകത്തിന് അനുരൂപരായി കഴിഞ്ഞാൽ ഈ ലോകം നമ്മളെ വശീകരിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ വലിച്ചുകൊണ്ട് പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് ലോകത്തിന് അനുരൂപമാകാതെ ലോകം ഓടുന്ന പോലെ ഓടാതെ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ അകപ്പെട്ടു പോകാതെ ഈ ലോകം എനിക്ക് പിന്നിലാണ്, അതിനെ പിന്നിലെടുത്തുകൊണ്ട് മുന്നിൽ അവൻ കർത്താവിന്റെ ക്രൂശിനെ വെച്ചുകൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ഓടുവാനിടയായിത്തീരുന്നു. ഭക്തന്മാർ പോലെ ലോകമൻ പിന്നിൽ ക്രൂശിന്റെ മുൻപ് ഹല്ലേലൂയ ലോകത്തെ പിന്നിൽ കളഞ്ഞുകൊണ്ട് ക്രൂശിനെ മുൻപിലേക്ക് വെച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടണം. പിന്നിലെടുത്ത് കളഞ്ഞ് ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ലോകത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീരും. ലോകത്തിന്റെ ഭാര്യ സമ്പാദിച്ചു കൂട്ടിയൊക്കെ
അവൻ ഹല്ലേലൂയ പിന്നിൽ കിടക്കുന്നു എന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ തന്റെ ഹൃദയം ഹല്ലേലൂയ അതിൽ മാത്രം ഹല്ലേലൂയ വളരെ ആശ്രതം ദൃഢമായിരുന്നു കൊണ്ട് ഓട്ടത്തിനിടയിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് ലോകത്തിന്റെ ഭാര്യ ഉപ്പുതുണായി പോകുകയാണ്. ലോകത്തായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞതായ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പിന്നിലേക്ക് നോക്കരുത്, ബന്ധപ്പെട്ട് ഓടിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ വളരെ ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ആലോചന അനുസരിച്ചുകൊണ്ട് ലോകത്ത് മുൻപോട്ട് ഓടുവാനിടയായി. അവൻ അടുത്തുള്ള പർവ്വതത്തിലേക്ക് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറി. ലോകത്തിന്റെ ഭാര്യ പിന്നിൽ നോക്കിയതുകൊണ്ട് അവൻ അർത്ഥമുണ്ടായ ഉപ്പുതുണായി മാറിയെന്ന് നമ്മൾ ദൈവത്തിൽ പഠിക്കുന്നു. ക്രിസ്ത്യ ജീവിതമാകുന്ന ഈ മരുഭൂമിയിൽ കൂടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പിന്നിലേക്ക് നോക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഉപേക്ഷിച്ച് കളഞ്ഞതിനെ, നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ, വിട്ടേച്ചു പോയതിനെ തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഒരു നായ സന്ധിയിലേക്ക് തിരിഞ്ഞതുപോലെ അവൻ ഹല്ലേലൂയ ഉപേക്ഷിച്ച് കളഞ്ഞതിനെ അവൻ പിന്നെയും എടുക്കുവാനായിട്ട് നമ്മൾ തിരിയരുത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ലോകത്തിന് അനുഭവമാകാതെ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സുകൾക്ക് രൂപാന്തരപ്പെടുമെന്ന് ഒരു വിശ്വാസികൾ റോമൻ സഭയിലുള്ള വിശ്വാസികളോട് പറയുക. മനസ്സിനകത്തൊരു വലിയ രൂപാന്തരം ഉണ്ടാകണം, ഒരു മാറ്റം ഉണ്ടാകണം, മനസ്സാന്തരം ഉണ്ടാകണം. ഇതാണ് മനസ്സാന്തരം എന്ന് പറയുന്നത്. ലോകപ്രകാരമുള്ള മനസ്സാന്തരം നമുക്കറിയാം. മനസ്സിനകത്ത് മാറ്റമുണ്ടായി, നമ്മുടെ പശ്ചാത്താപം ഉണ്ടാകുന്നത്. ദൈവമക്കളുടെ ക്രിസ്തീയ മനസ്സാന്തരം എന്ന് പറയുന്നത് പാപത്തെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകുകയും ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുകയും യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും അവൻ യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ചെയ്ത പാപത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ഓടുന്ന ഒരു അനുഭവമാണ് മനസ്സാന്തരം. ക്രിസ്തീയമായ മനസ്സാന്തരം പ്രാപിച്ചതായ ഒരു വ്യക്തി പാപവഴികളെ ഉപേക്ഷിച്ച് പഴയതിനെല്ലാം കളഞ്ഞിട്ട് പുതിയ ഒന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജീവന്റെ ഒതുക്കത്തിൽ നടക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു ഓട്ടമാണ് ഇവിടെ കാണുന്നത്. ആ അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. അതിനുവേണ്ടിയാണ് നമ്മൾ അവൻ കർത്താവിനെ പിൻപറ്റുന്നത്. ക്രിസ്തുവൻ തലയോളം വളരുവാൻ ഹല്ലേലൂയ നാം ഓരോരുത്തരും അനുദിനം ഉത്സാഹിച്ചുകൊണ്ടിരിക്കണമെന്ന് അവൻ കർത്താവിനെ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എവിടെ തുടങ്ങി അവിടെ തന്നെ കിടക്കുന്ന അനുഭവമാണ് പലർക്കും ഉള്ളത്. അതിൽ നിന്ന് വളർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. 2 താഴ്ന്നു വാങ്ങിച്ചത് അങ്ങനെ കുഴിച്ചിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. അതിനകത്ത് യാതൊരു വർദ്ധനവും ഉണ്ടാകുന്നില്ല. ചിലർ കിട്ടിയതും കൂടെ നഷ്ടപ്പെടുത്തി പ്രാപിച്ച ഒരു അനുഭവത്തിൽ നിന്ന് പിന്നെയും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിലരാകട്ടെ അല്ലെങ്കിൽ പ്രാപിച്ചത് കൊണ്ട് അവിടെ തന്നെ നിൽക്കാതെ മുൻപോട്ട് അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്റൻ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അവനെല്ലാം ഓടുമ്പോൾ അവൻ 3-4 പേരായിരിക്കും ഒരു വശത്തിൽ ഓടുക. ആദ്യം ആളിന്റെ കയ്യിൽ വാച്ചൻ കിട്ടി, അതുകൊണ്ട് ഓടി അവൻ അടുത്ത ആളിന്റെ കയ്യിലേക്ക് അത് കൈമാറി, അത് വാങ്ങി അടുത്ത ആൾ ഓടി, മൂന്നാമത്തെ ആളിന്റെ കൈമാറി, അങ്ങനെ വാച്ചൻ കൈമാറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആദ്യത്തെ ആളിന്റെ വാച്ചൻ കിട്ടിയാൽ അവിടെ വീണ് കിടന്നു കഴിഞ്ഞാൽ, അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളിന്റെ കരങ്ങളിൽ അത് എത്തുകയില്ല. ദൈവത്തിന്റെ സ്വന്തം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വീട് കിടക്കുവാനല്ല അവൻ ഹല്ലേലൂയ പ്രാപിച്ചെടുത്ത് അവൻ പ്രാപിച്ച് അവിടെ തന്നെ നിൽക്കുവാനല്ല, അതുമായി മുൻപോട്ട് കുതിച്ചോടുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക. ഹല്ലേലൂയ. Praise the Lord. Do not be conformed to this world, but be transformed by the renewal of your mind. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപമാകരുത്. നിങ്ങളുടെ മനസ്സിനെ പുതുക്കിയിട്ട് രൂപാന്തരം പ്രാപിക്കുക. Praise the Lord. Hallelujah. ദീർഘകാലം അവൻ അങ്ങനെ രൂപാന്തരം പ്രാപിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ക്രിസ്തുവിന്റെ നിലയോളം വളരുവാനായി ദൈവത്തിന്റെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന്റെ സ്തോത്രം, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവഹിതം എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. അവൻ വിജയവന്തെന്ന് അറിയണമെങ്കിൽ
വിജയത്തിന്റെ ആഹ്ലാദം അറിയണമെങ്കിൽ അവൻ ഓട്ടത്തിന്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്നാൽ അറിയാൻ കഴിയുകയില്ല. അവിടെ വെടിവെച്ച് കേൾക്കുമ്പോൾ കുതിച്ചു മുൻപോട്ട് വാങ്ങുന്ന ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയെങ്കിൽ മാത്രമേ വിജയത്തിന്റെ സന്തോഷം എന്ന് അറിയുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഹല്ലേലൂയ, ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മെ കുറിച്ചുള്ള ദൈവികമായ പദ്ധതികൾ, നമ്മെ കുറിച്ചുള്ള ദൈവികമായ ആലോചനകൾ എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ഓട്ടക്കളത്തിൽ നന്നായി ഓടുന്നവരാകണം. ബിരുദ പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അവൻ ലോകത്തെ പെരിലെറിഞ്ഞു കളഞ്ഞുകൊണ്ട് മുൻപോട്ട് ഓടുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ, അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ, അതിനുവേണ്ടി രൂപാന്തരപ്പെടുവാൻ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം നമ്മെ കുറിച്ചുള്ളത് അറിയുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടങ്ങളെ അറിയുവാൻ കഴിയും. അവൻ ഹല്ലേലൂയ, എന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. എന്റെ ആഗ്രഹങ്ങൾ നേടുവാൻ വേണ്ടി ഞാൻ ബന്ധപ്പെടുകയും അതിൽ ഈ ലോകത്തിൻ്റെതായ മറ്റുള്ളവർ സഞ്ചരിക്കുന്ന മാർഗങ്ങളിൽ ഉൾപ്പെടെ സഞ്ചരിക്കുകയും ലോകത്തോടൊപ്പം സഞ്ചരിച്ച് ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെന്ന് വരാം സ്വന്തം. എന്നാൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു പദ്ധതി ഉണ്ടോ? ആമേൻ. ആ പദ്ധതിയെ പ്രാപിക്കണമെങ്കിൽ, ആ പദ്ധതിയെ നേടിയെടുക്കണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ മനസ്സുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം, നമ്മുടെ ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കണം, കർത്താവിന് വേണ്ടി സമർപ്പിക്കണം, രൂപാന്തരപ്പെട്ട് പൂർണ്ണമായ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ജീവനുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിപ്പീൻ. പൂർണ്ണമായി സമ്പൂർണമായ ദൈവകരങ്ങളിലേക്ക് ഒരു യാഗം അർപ്പിക്കുന്ന പോലെ അർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമ്പൂർണമായ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. യാഗം അർപ്പിക്കുമ്പോൾ യാഗമൃഗത്തെ അവൻ യാഗപീഠത്തിൽ വെച്ച് അതിനെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹോമയാഗമാകുമ്പോൾ അത് പൂർണ്ണമായി കത്തി അമർന്നു പോകുവാനിടയാകും. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ദൈവകരങ്ങളിൽ യാഗപീഠമാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി അവൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ അതൊരു സമ്പൂർണ്ണ യാഗമായി മാറുകയുള്ളൂ. അവിടെയാണ് ദൈവഹിതം തിരിച്ചറിയുവാനായി നമുക്ക് സാധ്യമായി തീരുക. ഹല്ലേലൂയ. നാം നമ്മെ കുറിച്ച് വിചാരപ്പെടുന്ന, നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ശ്രേഷ്ഠമായ, ഉന്നതമായ, ഹല്ലേലൂയ ആദരണീയമായിരിക്കുന്ന, മാന്യമായിരിക്കുന്ന ഒരു ഹിതം ദൈവത്തിന് നമ്മളെ കുറിച്ചുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴുണ്ടാകുന്നു. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകും. അതുവരെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഏറ്റവും നല്ലത്, ലോകത്തിൽ എനിക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ വ്യക്തമായി ഇതിന്റെ പിന്നാലെ ഓടി പരാജയപ്പെട്ട് മടങ്ങി വന്നോ ശൂന്യമായ കരങ്ങളുമായി നിൽക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുവാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് അവൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയപ്പോൾ പത്രോസ് അവൻ കൂട്ടിലുള്ളവരെല്ലാം വിചാരിച്ചു ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. തങ്ങളുടെ ഇഷ്ടങ്ങൾ, തങ്ങളുടെ ആഗ്രഹങ്ങൾ, തങ്ങളുടെ തൊഴിലുകൾ, തങ്ങളുടെ പണിയായുധങ്ങൾ എല്ലാം അവർ അന്വേഷിച്ചു. അവൻ വീണ്ടും അതെല്ലാം പൊടി തട്ടിയെടുത്തു. ദൈവത്തിന്റെ സ്വന്തം പടക വൃത്തിയാക്കി, വല അവൻ നന്നാക്കിയെടുത്തു. അവൻ കൂട്ടുകാരെ എല്ലാം വിളിച്ചു, പഴയ കൂട്ടുകാരെ എല്ലാം വിളിച്ചു. പടക എടുത്തുകൊണ്ട് ആഴക്കടലിലേക്ക് മീൻപിടുത്തത്തിനായി പഴയതുപോലെ ഇറങ്ങി തിരിച്ചിരിക്കുക. എന്നാൽ ഹല്ലേലൂയ അവർക്കൊന്നും കിട്ടാതെ വെറുകൈയുമായി മടങ്ങി വരുന്ന ശൂന്യമായ കരങ്ങളുമായി മടങ്ങി വരികയാണ്. അവരെ കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹം അതല്ലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നിങ്ങൾ മീൻ പിടിക്കുന്നവരല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് അവരോട് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവിന്റെ വാഗ്ദത്തത്തെ മറന്നിട്ടാണ് അവൻ ലോകത്തിന്റെ പിന്നാലെ അവരുടെ പഴയ പണിയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതുപോലെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ നമ്മൾ ഇതുപോലെയാണ്. പ്രൈസലോട് പ്രാർത്ഥിച്ചിട്ട് അവൻ പെട്ടെന്ന് മറുപടി കിട്ടാതെ ഇരിക്കുമ്പോൾ ആ പ്രാർത്ഥനയോട് ഉപേക്ഷിച്ചിട്ട് അവൻ ദൈവഹിതമെന്ന് അറിയുവാനുള്ള വാഞ്ചയെല്ലാം കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആലോചനപ്രകാരം ഹല്ലേലൂയ
ലോകത്തിൻ്റെതായ കൂട്ടും പിടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ലോകത്തിൻ്റെതായ ആലോചനകളെ സ്വീകരിച്ചുകൊണ്ട് പഴയ അവൻ മാർഗങ്ങളിൽ കൂടെ തന്നെ സഞ്ചരിച്ച് ആ ആഗ്രഹത്തെ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഓടുക. അതങ്ങനെ പോകുമ്പോൾ നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയില്ല. അപ്പോസ്തലനെ പോലെ രാത്രി മുഴുവൻ അധ്വാനിച്ച് മടങ്ങി വരുമ്പോൾ ശൂന്യമായ ഒരു കലങ്ങളുമായിട്ട് മടങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ കർത്താവിന് അവരുടെ പദ്ധതി, അവർക്ക് അവരുടെ കുടുംബത്തിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, അവരുടെ വിശപ്പിനെ കുറിച്ച്, അവരുടെ വയറിനെ കുറിച്ച് അവൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് ശ്രേഷ്ഠമായി ചിന്തിക്കുന്ന ഒരു കർത്താവ് അവർക്ക് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ മറന്നുപോയി. അവർ മറന്നുപോയെങ്കിലും അവർ രാത്രി അധ്വാനിച്ച് മടങ്ങി വരുമ്പോൾ കർത്താവ് രാത്രിയിൽ അവൻ കടൽക്കരയിൽ നിന്നുകൊണ്ട് അവരോട് അവർക്ക് അപ്പവും മീനും ചുട്ടറെഡിയാക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വന്നതുണ്ടോ എന്ന് അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണും. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അവൻ ശൂന്യമായിരിക്കുന്ന കരങ്ങളുമായി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയാതെ മടങ്ങി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി കടൽക്കരയിൽ കാത്തു നിൽപ്പുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ആഴക്കടലിൽ അവൻ ഓളങ്ങളുടെയും ചിലവാലകളുടെയും സ്വന്തം അലർച്ചകൾക്കിടയിൽ കൂടെ അവൻ ഭാരമേറിയ ചിന്തകളുമായി വേദനിപ്പിക്കുന്ന മനസ്സുമായി അവൻ അലവയെ നിറയ്ക്കുവാൻ വേണ്ടിയുള്ള അധ്വാനമായി അവൻ അഹോരാത്രം അധ്വാനിച്ച് ഒന്നും കിട്ടാതെ മടങ്ങി വന്ന അവൻ ശിഷ്യന്മാർക്ക് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ നല്ലതുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നതായി സ്വന്തം ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ വാഗ്ദത്തം അവർ മറന്നുപോയതാണ്. അവൻ പത്രോസിനെ കർത്താവ് പിന്നെയും മടക്കി വരുത്തി. അവൻ അവർ പിന്നെയും അവൻ സ്തോത്രം കർത്താവിന്റെ വാഗ്ദത്തം അനുസരിച്ച് അവൻ വാഗ്ദത്തം ചെയ്തതുപോലുള്ള പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി മാളിക മുറിയിൽ കാത്തിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ശക്തിയുണ്ടായി. കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ മനുഷ്യരെ പിടിക്കുവാൻ ആരംഭിച്ചു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവൻ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചതേ ഉള്ളൂ. ഒരു സാധുവായ പെൺകുട്ടിയുടെ മുമ്പാകെ, ഒരു ബാല്യക്കാലത്തിന് മുമ്പാകെ അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഭീരുവായ പത്രോസ് ഇപ്പോൾ യഹൂദ പ്രമാണിമാരുടെ മുമ്പ്, പരീക്ഷന്മാരുടെ മുമ്പ്, ശാസ്ത്രിമാരുടെ മുമ്പാകെ, പുരോഹിതന്മാരുടെ മുമ്പാകെ, മതഭക്തന്മാരുടെ അല്ലെങ്കിൽ മതഭ്രാന്തന്മാരുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ മശിഹയാകുന്നു, ദൈവപുത്രനാകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അവിടെ 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനിടയായി നമ്മൾ വായിക്കുന്നു. ആ പത്രോസിനെ അവൻ കർത്താവ് ധൈര്യപ്പെടുത്തി മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് അവർ കർത്താവ് വാഗ്ദത്തം ചെയ്തുവെങ്കിൽ അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി യേശു കർത്താവ് മാറ്റുവാനിടയായി. നമ്മൾ അറിയണം, കർത്താവിനെ അവൻ പിൻപറ്റുവാൻ നമ്മൾ തീരുമാനിച്ചാൽ, സ്വന്തം ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്കും പിന്നാലെ പോയാൽ നമ്മെ കുറിച്ചുള്ള ദൈവികമായ പദ്ധതികൾ നിറവേറാതെ പോകും. ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അവന്റെ ആത്മാവിന്റെ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരുന്നെങ്കിൽ മാത്രമേ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള വാഗ്ദത്തം പത്രോസിന്റെ ജീവിതത്തിൽ നിറവേറിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഹിതവും നിറവേറുവാൻ ഇടയാകുകയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കാം, സമർപ്പിച്ചു കൊടുക്കാം. ദൈവഹിതങ്ങൾ തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി നമുക്ക് രൂപാന്തരപ്പെടാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പദ്ധതികളുണ്ട്, ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ആലോചനകളുണ്ട്, ദൈവത്തിന്റെ ശ്രേഷ്ഠമായ അതേ പ്ലാനുകൾ നമ്മളെ കുറിച്ചുണ്ട്. ആ പദ്ധതികളിൽ കൂടെ, ആ പ്ലാനുകളിൽ കൂടെ സഞ്ചരിക്കാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ പൂർണ്ണമായി എത്തിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ പ്രവചനം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി വെളിപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളുടെ നമ്മുടെ വിഷയങ്ങളുടെ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാനിടയാകാനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്
ഇന്നത്തെ കാലം ദൈവത്തോട് നാം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്